ഹലോ. അപ്പോൾ ഈ സമയം ഇപ്പോൾ രാവിലെ വെളുപ്പിനെ 5:30 ആയിട്ടുണ്ട്. ഞാൻ ഈ രാവിലെ എണീറ്റ് റെഡിയായിട്ട് പോകുന്നത് എങ്ങോട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രഫൽഡിലോട്ടാണ് പോണത്, എൻ്റെ അനിയത്തിയുടെ അടുത്തോട്ട്. വീക്കെൻഡ് ആയതുകൊണ്ട് അവിടെ പോകാമെന്ന് വിചാരിച്ചു. എനിക്ക് നല്ല ദൂരമുണ്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ. രാവിലെ ഇറങ്ങിയാലേ ഉച്ചയ്ക്കെങ്കിലും എത്തുള്ളൂ, അതുകൊണ്ടാണ് രാവിലെ ഇറങ്ങിയത്. അപ്പോൾ കൈ കിട്ടിയതൊക്കെ കഴിച്ച് ഞാൻ രാവിലെ സ്റ്റേഷനിലോട്ട് വന്നിട്ടുണ്ട്. നല്ല മൂടൽ മഞ്ഞായിരുന്നു കേട്ടോ രാവിലെ, എന്താണെന്നറിയില്ല. നല്ല തണുപ്പും ഉണ്ടായിരുന്നു. എനിക്കൊരു 5-6 ട്രെയിൻ മാറി മാറി കയറണം, എന്നാലേ അവിടെ എത്തുള്ളൂ. പിന്നെ ഞാനൊരു ട്രെയിനിൽ വെച്ചിട്ട് കുറച്ച് ഇന്ത്യൻ ഫാമിലിയെ കണ്ടു കേട്ടോ. അവരൊരു നുറുക്കൊക്കെ തിന്നാൻ തന്നു എനിക്ക്. ട്രെയിനിൽ എന്ത് തന്നാലും വാങ്ങിച്ച് കഴിക്കരുത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എന്ത് ചെയ്യാൻ, അത് കഴിച്ചു പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ ഫൈനലി അവിടെ എത്തി. നല്ല നല്ല കുറേ ഫുഡ് ഉണ്ടായിരുന്നു കഴിക്കാൻ, എല്ലാം ലാവിഷായിരുന്നു. അപ്പോൾ നമ്മൾ ഫുഡെല്ലാം കഴിച്ചിട്ട് റെസ്റ്റ് പോലും എടുത്തില്ല. അപ്പോഴേക്കും വീണ്ടും റെഡിയായിട്ട് നമ്മൾ അടുത്തുള്ളൊരു പാർക്കിലോട്ട് പോവാണ് കേട്ടോ. കാരണം നല്ലൊരു ക്ലൈമറ്റല്ലേ, പുറത്തൊക്കെ പോയി ഇരിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മളിതേ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ അങ്ങോട്ട് പോവാണ്. നല്ലൊരു അടിപൊളി സ്ഥലമായിരുന്നു കേട്ടോ. അപ്പോൾ ഒരു രക്ഷയുമില്ല, നല്ല ക്ലൈമറ്റായിരുന്നു. പിന്നെ വെള്ളമൊക്കെ ഉണ്ടായിരുന്നു അവിടെ. അപ്പോൾ നമ്മളെല്ലാവരും കൂടെ അവിടെ പോയി. അവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ എടുത്തു, കുറേ നടന്നു, കുറേ സംസാരിച്ചു. അതായിട്ട് നമ്മൾ വിചാരിച്ചു നമുക്ക് കുറച്ച് സാധനങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് ചുമ്മാ വർത്താനൊക്കെ പറഞ്ഞിരിക്കാം. അങ്ങനെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ്, പിന്നെ കുറച്ച് ലേസ്, അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് നമ്മൾ അവിടെ വന്നിരുന്ന് കുറേ നേരം സംസാരിച്ചു. നല്ല രസമായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം സംസാരിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കാനും ഇതുപോലെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പിന്നെ കാണാനും നല്ല അടിപൊളിയായിരുന്നു. പിന്നെ ഇപ്പോൾ ജർമ്മനിയിൽ 9 മണി 10 മണിയാവും ഇരുട്ടാവാൻ, അതുകൊണ്ട് നമ്മൾ കുറേ നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു കേട്ടോ. പിന്നെയാണ് നമ്മൾ സമയം നോക്കുന്നത്. പിന്നെ നമ്മൾ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് നമ്മളിങ്ങനെ കുറച്ച് സമയങ്ങൾ മാറ്റി വെക്കണം, സന്തോഷിക്കാൻ, മനസ്സറിഞ്ഞ് ചിരിക്കാനും. അപ്പം അത്രയേ ഉള്ളൂ ഗായ്സ്, ബൈ.